എല്ലാവർക്കും മറ്റൊരു നല്ല റെസിപ്പിയിലേക്ക് സ്വാഗതം. ടേസ്റ്റി ആയിട്ടുള്ള ഒരു താറാവ് കറിയാണ് ഇന്നത്തെ റെസിപ്പി. മുളക് പൊടി ഒട്ടും ഇടാതെ കുരുമുളക് പൊടിയിൽ ചേർത്തുണ്ടാക്കിയ നല്ലൊരു താറാവ് കറി എങ്ങനെ നമുക്ക് വെക്കാമെന്നുള്ളത് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ താറാവ് കറിയിൽ വേണ്ട മസാല പൊടികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. ആദ്യം തന്നെ മല്ലിപ്പൊടി അത്യാവശ്യം തന്നെ വേണം, കാരണം കൂടുതൽ ഈ കറിയിൽ നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. മുളക് പൊടി ചേർക്കാത്തതുകൊണ്ട് തന്നെ കുരുമുളക് പൊടി ധാരാളമായിട്ട് വേണം നമുക്ക്. പിന്നീട് വേണ്ടത് മഞ്ഞൾപ്പൊടി, അതോടൊപ്പം തന്നെ ഗരം മസാലയാണ്. ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയാണ്. അതിൻ്റെ ഒരു റെസിപ്പി പ്രകാരം തന്നെ ഞാൻ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഇനി വേണ്ടത് ഇഞ്ചിയാണ്. വലിയ കഷ്ണം ഇഞ്ചി 2-3 പീസിട്ടുള്ള ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. ചതച്ചാണ് ഇവിടെ ഇഞ്ചി എടുത്തിരിക്കുന്നത്. അതേപോലെ വെളുത്തുള്ളി 2 കുടം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതും അതേപോലെ തന്നെ ചതച്ചിട്ടാണ് എടുത്തേക്കുന്നത്. പിന്നീട് പച്ചമുളക് 3-4 പച്ചമുളക് ഞാൻ നടുവ് കീറിയതുണ്ട്. അതേപോലെ സവാള ഒരു 4 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും ഇതിന് നമുക്ക് ആവശ്യമാണ്. ഈ താറാവ് റെസിപ്പി ഞാൻ കുക്കറിലാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ചൂടായ കുക്കറിലേക്ക് നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. എണ്ണ നന്നായി തിളച്ചതിന് ശേഷം ചതച്ച നമ്മുടെ ആദ്യത്തെ കൂട്ടായ വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒപ്പം തന്നെ ഞാൻ കുറച്ച് കുരുമുളക്, അതോടൊപ്പം തന്നെ കുറച്ച് കറുകപ്പട്ടയും ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. നമ്മുടെ ഇഞ്ചിയിലും വെളുത്തുള്ളിയും നല്ലൊരു ഫ്ലേവർ തരും. വെളുത്തുള്ളി നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്കിനി ഇഞ്ചി ചതച്ചത് ചേർക്കാം. അപ്പോൾ അത് വിട്ട് നമുക്ക് നല്ല പോലെ നിന്ന് ഇളക്കിയെടുക്കാം. ചെറിയ തീയിൽ നല്ല മൂപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലപോലെ മൂത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർക്കാം. കുറച്ച് ഉപ്പുകൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിത് നല്ലപോലെ ഇളക്കി പരുവപ്പെടുത്തിയെടുക്കാം. ഉള്ളി ഏകദേശം നല്ലപോലെ വഴണ്ടതിന് ശേഷം നമുക്കിതിലേക്ക് കീറിയ പച്ചമുളകും അതോടൊപ്പം തന്നെ കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയാണ് നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കേണ്ടത്. മല്ലിപ്പൊടിയാണ് നമുക്ക് ഈ കറിയിലേക്ക് കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ 5 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി, ഉള്ളിയിലേക്ക് നല്ലപോലെ പിടിക്കാൻ വേണ്ടി ഇത് നല്ല രീതിയിൽ തന്നെ ഇളക്കി എടുക്കുക. പിന്നീട് ഇതിലേക്ക് 2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഇളക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ ഗരം മസാലയും ഇട്ട് നമുക്കിത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മുളക് പൊടി ചേർക്കാത്തതുകൊണ്ട് നമ്മുടെ ഈ കറിക്ക് ഒരു വേറെ ടേസ്റ്റ് ആയിരിക്കും. ഏകദേശം കുട്ടനാടൻ സ്റ്റൈലിലൊക്കെ ഈ ഒരു കളറായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി അത്യാവശ്യം വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി പരുവപ്പെടുത്തിയെടുക്കാം. ഈ മിക്സിലേക്കാണ് നമ്മളിനി നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയ താറാവ് ഇട്ട് വേവിക്കേണ്ടത്. താറാവിനുള്ള ഒരു ചെറു ചവ, ഒരു സ്മെല്ലൊക്കെ മാറാൻ വേണ്ടി കുറച്ച് വിനാഗിരി അതോടൊപ്പം തന്നെ ഉപ്പ് ഇട്ട് നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് ഞാനിവിടെ. നാടൻ താറാവൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ചേറിൻ്റെ സ്മെല്ലുണ്ടായിരിക്കും. അപ്പോൾ അത് പോകാൻ വേണ്ടി ഉപ്പും വിനാഗിരി ഇട്ട് നന്നായിട്ട് കുറച്ച് നേരം വെച്ചിട്ട് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം കുറച്ച് സ്മെല്ലൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കഴുകിയെടുത്ത താറാവ് ഇതിലേക്ക് ഇട്ട് എല്ലായിടത്തും മസാല പിടിക്കാൻ വേണ്ടി തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി എടുക്കാം. താറാവ് നല്ല രീതിയിലൊന്ന് വേവാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. തിളപ്പിച്ച വെള്ളമാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ഒത്തിരി വെള്ളം ആവശ്യം വരുന്നില്ല. താറാവിനകത്തുനിന്ന് തന്നെ നല്ല രീതിയിൽ വെള്ളം ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിക്കാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് അത്യാവശ്യം ഉപ്പ് നോക്കി അടച്ചു വെച്ച് നല്ല രീതിയിൽ വേവിക്കാം. ഏകദേശം 4-5 വിസിൽ കൊണ്ട് തന്നെ താറാവ് നല്ല രീതിയിൽ വേവും. നല്ലപോലെ വെന്ത താറാവ് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എനിക്ക് ഏകദേശം നല്ല രീതിയിൽ ഇളക്കി ചെയ്യാൻ ഈ പാത്രമാണ് കംഫോർട്ടബിളും തോന്നി. അതുകൊണ്ട് ഈ പാത്രം എടുക്കുന്നേ ഉള്ളൂ. കുക്കറിൽ തന്നെ ചെയ്യാവുന്നവരാണെന്നുണ്ടെങ്കിൽ കുക്കറിൽ തന്നെ ചെയ്യുക. വെള്ളം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. കുരുമുളക് പൊടിയാണ് ഇതിന് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ കുരുമുളക് പൊടി ഇട്ട് ഇളക്കി കറിവേപ്പിലയും ഇട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഞാൻ ഇതിലേക്ക് ഇപ്പോഴും 3 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി പരുവപ്പെടുത്തിയെടുക്കുക. നമ്മുടെ താറാവ് കറിയിൽ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അതനുസരിച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ട് അത്യാവശ്യം രീതിയിൽ ചെറിയ രീതിയിൽ തന്നെ തിളപ്പിച്ച് വെള്ളം വറ്റിച്ചെടുക്കാം. താറാവ് കറിയിൽ ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഞാനത് ആഡ് ചെയ്യുന്ന കാഷ്യൂനട്ട് അരച്ചതാണ്. വെള്ളത്തിൽ കുതിർത്ത കാഷ്യൂനട്ട് നല്ല രീതിയിൽ അരച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ടൊരു തിക്ക് ഗ്രേവി നമുക്ക് കാഷ്യൂനട്ട് അരച്ച് ചേർത്താൽ കിട്ടുന്നതാണ്. ഇനി അവസാനമായിട്ട് തേങ്ങയുടെ 1-ാം പാലാണ് ഒഴിക്കുന്നത്. പിഴിഞ്ഞെടുത്ത തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ച് നമുക്ക് കറി ഓഫ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ കറി തിളപ്പിക്കാൻ പാടുള്ളതല്ല. ചെറിയ തീയിൽ വേണമെങ്കിൽ ഒന്ന് ചൂടാക്കി എടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതുകൂടി നമ്മുടെ കറി റെഡിയാണ്.
ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഈ താറാവ് കറി ചോറിൻ്റെ കൂടെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചാറ് വേണ്ടവരാണെങ്കിൽ നമുക്ക് ചാറ് അതനുസരിച്ചൊരു കൂട്ടി ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാനിന്ന് കപ്പയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിന് അത്യാവശ്യം ഗ്രേവി ആയിട്ടുള്ള തിക്ക് ഗ്രേവിയാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയാണ്. തേങ്ങാപ്പാൽ അരച്ചുകൊണ്ടും കാഷ്യൂനട്ട് ചേർത്തുകൊണ്ടും ഒരു പ്രത്യേക ടേസ്റ്റിനെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല റെസിപ്പികൾക്കായി ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.